ഭാരതീയ ഹൈന്ദവ ആചാരപ്രകാരം വിഷ്ണു ത്രിമൂർത്തികളിൽ ഒരാളും പ്രപഞ്ചത്തിന്റെ സ്ഥിതികാരകനുമാണ്. വിഷ്ണുവെന്നാൽ വ്യാപനശീലമുള്ളവൻ എന്നാണ് ശബ്ദാർത്ഥം. ചതുർവേദങ്ങളിൽ ആദ്യത്തേതായ ഋഗ്വേദത്തിൽ 5 സൂക്തങ്ങളിൽ വിഷ്ണുവിനെ പ്രകീർത്തിക്കുന്നുണ്ട്. വേദങ്ങളെ തുടർന്നുണ്ടായ ബ്രാഹ്മണങ്ങളിലും ആരണ്യകങ്ങളിലും വിഷ്ണു പ്രധാന ദേവനായിരുന്നു. ബ്രാഹ്മണങ്ങൾ വിഷ്ണുവിനെ യാഗങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു. ആരണ്യകങ്ങളിൽ വിഷ്ണു പരബ്രഹ്മസ്വരൂപമാണ്. ഉപനിഷത്തുകൾ വിഷ്ണുവിനെ ഭക്തിപൂർവം സ്മരിക്കുന്നു. ഇതിഹാസ പുരാണങ്ങളുടെ കാലത്ത് ത്രിമൂർത്തികളിൽ വിഷ്ണുവിന്റെ പ്രാധാന്യം സർവസമ്മതമായി അംഗീകരിക്കപ്പെട്ടു. ഈ കാണുന്ന ലോകം വിഷ്ണുവിൽ നിന്നാണ് ഉണ്ടായത്. വിഷ്ണുവിൽ തന്നെയാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ലോകത്തിന്റെ സ്ഥിതി, സംഹാരം എന്നിവയുടെ കർത്താവും വിഷ്ണുവാണ്. ലോകം തന്നെ വിഷ്ണുവാകുന്നു. ഇങ്ങനെയാണ് വിഷ്ണു പുരാണം വിഷ്ണുവിന്റെ മഹത്വത്തെ വാഴ്ത്തുന്നത്. പരമാദരണീയമായ വിഷ്ണുപദം പരേതാത്മാക്കളുടെ ആവാസസ്ഥാനമാണെന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. തത്ക്ഷേത്രം യച്ഛയാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യത്പ്രഭാവശ്ച തസ്മാത്സേന മേ ശൃണുഃ. ക്ഷേത്രായനം ക്ഷേത്രായനം. ഭാരതീയ സാമൂഹ്യ ജീവിതത്തിൽ ആത്മീയ ചിന്തയുടെ ചിരന്തന ഭാവമുണർത്തിയ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനം കേരളത്തിന് സംഭാവന ചെയ്ത പുരാതന പുണ്യസങ്കേതമാണ് തിരുനാവാ മുകുന്ദക്ഷേത്രം. പവിത്രയായ നിളാനദീതീരത്തെ അലങ്കാര ഭൂമിയിലാണ് കേരളത്തിലെ ആദ്യകാല വൈഷ്ണവാരാധനാ കേന്ദ്രങ്ങളിലൊന്നായ നാവാ മുകുന്ദക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നിളയുടെ നീരൊഴുക്കുകൊണ്ട് സ്ഥലശുദ്ധി ചെയ്യപ്പെട്ട മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള ഈ പൗരാണിക ഭക്തി സങ്കേതത്തിന്റെ വിശേഷങ്ങൾ ക്ഷേത്രായനത്തിന്റെ ഇനി വരുന്ന 2 എപ്പിസോഡുകളിലെ കാഴ്ചകളാക്കുകയാണ്. ഭക്തിയും വിശുദ്ധിയും ആചാരവും വിശ്വാസവും സമന്വയിക്കുന്ന തിരുനാവാ മുകുന്ദക്ഷേത്ര സന്നിധിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഭാരതത്തിലെ വിഷ്ണു ഭക്തരുടെ പ്രധാന ആരാധനാ കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെടുന്ന 108 തിരുപ്പതികളിൽ 14 കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 14 തിരുപ്പതികളിൽ ഏറെ പ്രസിദ്ധം തിരുനാവയിലെ മുകുന്ദക്ഷേത്രമാണ്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തമിഴ് കവി നമ്മാഴ്വർ തിരുനാവാ മുകുന്ദക്ഷേത്രം സന്ദർശിച്ചതായി പറയപ്പെടുന്നുണ്ട്. നമ്മാഴ്വരുടെ സ്തുതിഗീതങ്ങളിൽ നാവാമുകുന്ദനും കടന്നുവരുന്നു. ത്രിവാഴും നാവാമുകുന്ദന്റെ ഉൽപ്പത്തി പുരാണം നവയോഗികളുമായി ബന്ധപ്പെട്ടാണിരിക്കുന്നത്. അയോധ്യ രാജാവായ ഋഷഭന്റെ പുത്രന്മാരായ കവി, ഹരി, അന്തരീക്ഷൻ,
പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ഭൂമിളൻ, ചമസൻ, കരാഭജനൻ എന്നിവർ ലോകസഞ്ചാരികളായ നവയോഗികളായിരുന്നു. ഒരിക്കൽ നവയോഗികളിൽ ഒന്നാമനായ കവിക്ക് നേപ്പാളിലെ ബിക്മി ഗണ്ഡകി നദികളുടെ സംഗമസ്ഥാനത്ത് നിന്ന് ഒരു വിഷ്ണുസാള ഗ്രാമം ലഭിച്ചു. വിശിഷ്ടമായ ആ സാളഗ്രാമം പ്രതിഷ്ഠിക്കുവാൻ അനുയോജ്യമായ സ്ഥലം തേടി നടന്ന കവി പുണ്യനദിയായ നിളയുടെ വടക്കേക്കരയിൽ ഒരിടം കണ്ടെത്തി. സാളഗ്രാമം അവിടെ പ്രതിഷ്ഠിച്ചു. പക്ഷേ ആ വിഗ്രഹത്തെ അപ്പോൾ തന്നെ ഭൂമിയിൽ അന്തർധാനം ചെയ്തു. കവിയെ തുടർന്ന് നവയോഗികളിലെ മറ്റേഴു പേർക്കും പലപ്പോഴായി വിഷ്ണുസാളഗ്രാമങ്ങൾ ലഭിക്കുകയുണ്ടായി. അവരത് വിഷ്ണു സാന്നിധ്യം കാണപ്പെട്ട നിലയുടെ വടക്കേക്കരയിൽ പ്രതിഷ്ഠിച്ചുവെങ്കിലും അവയെല്ലാം ഭൂമിയിൽ അന്തർധാനം ചെയ്യുകയാണുണ്ടായത്. സാളഗ്രാമങ്ങൾ ഭൂമിയിൽ അപ്രത്യക്ഷമാകുവാൻ കാരണം അവ യഥാവിധി പ്രതിഷ്ഠിക്കാതിരുന്നതിനാലാണ്. ഈ തെറ്റു മനസ്സിലാക്കിയ നവയോഗികളിൽ ഇളയ മുനിയായ കരഭാജൻ തനിക്ക് സാളഗ്രാമം ലഭിച്ചപ്പോൾ അത് നിളാനദിക്കരയിൽ കൊണ്ടുവന്ന് യഥാവിധി പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിച്ചു. നിളാനദിയിലെ പുണ്യജലത്താൽ മുക്തിദായകനായ മുകുന്ദനെ സങ്കൽപ്പിച്ച് സാളഗ്രാമം അഭിഷേകം ചെയ്തുകൊണ്ട് കരഭാജൻ അവിടെ നെയ്വിളക്ക് തെളിയിച്ച് താമരമലരുകൾ അർപ്പിച്ച് പാൽപായസം നിവേദ്യം ചെയ്തു. വേനലിലും വർഷകാലത്തും നാവാമുകുന്ദന്റെ പൂജയ്ക്കും അഭിഷേകത്തിനും നൈവേദ്യത്തിനും നിളാനദിയിലെ ജലം തന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങിയതും പൂജാവിധികളിൽ നെയ്വിളക്കും അർച്ചനയ്ക്ക് താമരയും നൈവേദ്യത്തിന് പാൽപായസവും നിശ്ചയിക്കപ്പെട്ടതും അന്നു മുതലാണ്. സാളഗ്രാമ പ്രതിഷ്ഠയ്ക്ക് ശേഷം നവയോഗികൾ എല്ലാവരും കൂടി ആ ധന്യമായ ദേശത്ത് ഒരു യാഗം നടത്തുകയുണ്ടായി. മഹത്തായ യാഗം കൊണ്ട് അനുഗ്രഹീതമായ ആ സ്ഥലം തിരുനവ യോഗി എന്നറിയപ്പെട്ടു. പൗരാണികമായ തിരുനവയോഗി എന്ന സ്ഥലനാമമാണ് പിൽക്കാലത്ത് തിരുനാവായ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. നവയോഗികളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട മുക്തിദായകനായ മുകുന്ദനെ നാവാമുകുന്ദനെന്ന് വിളിച്ച് ഭക്തജനലക്ഷങ്ങൾ പ്രണമിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നായി നാവാമുകുന്ദ ക്ഷേത്രത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്ഷേത്രം നിലനിൽക്കുന്ന തട്ടകദേശം പണ്ട് തിരുവഞ്ചിക്കുളം കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന ചേരമാൻ പെരുമാക്കന്മാർ പരിപാലിച്ചിരുന്നു. ചേരമാൻ പെരുമാൾ രാജാക്കന്മാരുടെ കാലത്ത് പ്രാദേശിക ഭരണം നടത്തിയിരുന്ന വെട്ടത്ത് രാജവംശത്തിന് ഈ ക്ഷേത്രത്തിന്റെ ഭരണ ചുമതലയുണ്ടായിരുന്നു. അന്ന് വിശാലമായ നിളാനദിയുടെ മണപ്പുറത്ത് 12 വർഷത്തിലൊരിക്കൽ നാവാമുകുന്ദനെ സാക്ഷി നിർത്തി മാമാങ്ക മഹോത്സവം കൊണ്ടാടപ്പെട്ടു. പെരുമാൾ ഭരണകാലത്ത് ഓരോ 12 കൂടുമ്പോഴും സാമന്ത രാജാക്കന്മാർ ഇവിടെ ഒത്തുകൂടി ഭരണകാര്യങ്ങൾ വിലയിരുത്തുകയും ഭാവിയിലേക്ക് വേണ്ട ജനക്ഷേമ പ്രവർത്തനങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു പോന്നു. ഈ രാജസമ്മേളനമാണ് പിൽക്കാലത്ത് മാമാങ്ക മഹോത്സവമായി പരിണമിച്ചത്. പണ്ട് ദേവഗുരുവായ ബൃഹസ്പതിയുടെ സാന്നിധ്യത്തിൽ ലോകക്ഷേമ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി ദേവേന്ദ്രന്റെ അധ്യക്ഷതയിൽ മാഘമകം മുതൽ കുംഭമകം വരെ 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹാമേള 12 കൂടുമ്പോൾ ഇവിടെ നടന്നു വന്നിരുന്നതായി ഐതിഹ്യമുണ്ട്. ദേവമേളയായിരുന്ന മാഘമകം രാജഭരണകാലത്ത് മാമാങ്കമായി മാറുകയും അത് ഈ ഉത്സവത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിച്ചിരുന്ന വള്ളുവ കോന്നാതിരിയും എതിർചേരിയിലെ സാമൂതിരി രാജാവും തമ്മിലുള്ള അധികാര യുദ്ധമായി പരിണമിക്കുകയും ചെയ്തു. വള്ളുവ കോന്നാതിരിയെ പരാജയപ്പെടുത്തി മാമാങ്കത്തിന്റെ അധ്യക്ഷനായി സാമൂതിരി രാജാവ് അവരോധിക്കപ്പെട്ടതോടെ നാവാമുകുന്ദ ക്ഷേത്രത്തിന്റെ സംരക്ഷണവും സാമൂതിരി രാജവംശം ഏറ്റെടുത്തു. മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന രാജാവ് നാവാമുകുന്ദ ദർശനത്തിനെത്തുമ്പോൾ അധികാര ചിഹ്നങ്ങളായ കിരീടവും ചെങ്കോലും ഉടവാളും സൂക്ഷിച്ചിരുന്ന പഴുക്കാ മണ്ഡപമാണിത്. ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തുള്ള ഈ വിശേഷ മണ്ഡപം പെരുന്തച്ചൻ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. മണ്ഡപത്തിൽ നിന്നുള്ള കാഴ്ച അകവും പുറവും തിരിച്ചറിയാനാകാത്ത വിഭ്രാന്തി ഉളവാക്കുന്നതാണ്.